ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി കുടിച്ച് ലെക്ക് കെട്ട് വന്നൊരവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ സച്ചി ഇങ്ങനെ പറയണം, എനിക്ക് അകത്ത് കിടക്കണം രേവതി, നമുക്ക് അകത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴും അകത്തേക്ക് കയറി പോകരുത്. അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അകത്തേക്ക് കയറരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരോടൊപ്പം കിടന്നുറങ്ങിയാൽ മതി. അത് പിന്നെ എന്നാൽ പിന്നെ രേവതി, എനിക്ക് ഡ്രസ്സൊന്നും മാറ്റണം രേവതി, ഞാൻ അകത്തോട്ടൊന്നും കയറണ്ട. വേണ്ട സച്ചിയേട്ടാ, നിങ്ങൾ അകത്തേക്ക് കയറണ്ട. അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ പോയി കുടിച്ചല്ലേ. ഞാനൊരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ കുടിക്കരുതെന്നൊക്കെ. എന്നിട്ട് എന്തിനാ നിങ്ങൾ കുടിച്ചത്? അതിൻ്റെയൊക്കെ അനുഭവിച്ചോ നിങ്ങൾ? അയ്യോ എൻ്റെ രേവതി, ഈ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് എന്ന് ഇങ്ങനെ സച്ചി ഇങ്ങനെ ചോദിക്കണം അവളവളാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും എങ്ങനെ കിടന്നുറങ്ങുന്നത് നോക്കി. ആ ഡ്രസ്സ് ഇട്ട് തന്നെയല്ല അവർ കിടന്നുറങ്ങുന്നത്. അതേപോലെ സച്ചിയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ആ തിണ്ണയിൽ പായയും വിരിച്ചിട്ട് കൂർക്കം വലിച്ചിട്ട് ആ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അയ്യോ രേവതി, അവർ കിടന്നുറങ്ങുന്ന പോലെയൊന്നും എനിക്കുറങ്ങാൻ പറ്റില്ല. ഇത് ഭയങ്കര ചൊറിച്ചിലാ രേവതി. അതെ, ഈ ഡ്രസ്സ് ഒന്നും മാറ്റിക്കോട്ടെ. വേണ്ട സച്ചിയേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും സച്ചിയേട്ടനെ അകത്തേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. സച്ചിയേട്ടൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ്. നീ പോവാണോ? ഞാൻ സമ്മതിക്കില്ല നീ പോകാനായിട്ട്. അങ്ങനെ വേണ്ട, എനിക്ക് നീ ഇവിടെ തന്നെ വേണം. നിന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അയ്യടാ, നല്ല കളിയായി പോയല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കണം പോലും. നിങ്ങളെ പറഞ്ഞനുസരിക്കാത്ത ഒരു വ്യക്തിയല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്നില്ല. എന്താ രേവതി ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞനുസരിക്കുന്ന ആൾ തന്നെയാണ് രേവതി. ദയവ് ചെയ്ത് രേവതി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ പിടിച്ച് അവിടെ സച്ചി അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ഇത് വല്ലാത്ത കഷ്ടമുണ്ട് സച്ചിയേട്ടാ. സച്ചിയേട്ടൻ എന്താ പറയാനുള്ളത്? അതേ, അച്ഛനനുസരിക്കുന്ന മകൻ തന്നെയാ. എനിക്ക് അച്ഛനനുസരിക്കാനാ ഇഷ്ടം. അയ്യോ, നല്ല അനുസരിക്കുന്ന മകൻ എന്നിട്ടാണ് ഈ കോപ്രായങ്ങൾ മുഴുവനും കാണിച്ചു വെച്ചത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം കുടിക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അങ്ങനെ കുടിച്ചു പോയി രേവതി. അത് കുടിക്കാനുള്ള കാരണമുണ്ട്. എന്ത് കാരണമെന്ന് പറയുന്നത്, എൻ്റെ സച്ചേട്ടാ, എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല, ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. വേണ്ട, നിന്നെ ഞാനിന്ന് ഉറങ്ങാൻ വിടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് അതാ ശ്രുതി വരുന്നു. ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പം അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഏതായാലും സച്ചിയുടെ ഫോൺ എടുക്കാൻ പറ്റിയ തക്കമാണ്, ഞാൻ പോയി ആ ഫോണൊന്ന് എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നേരെ വരാന്തയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ വർത്തമാനം പറയുന്ന സീനാണ് ശ്രുതി കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ എൻ്റെ ദൈവം, ഇവർക്ക് രണ്ടുപേർക്ക് ഉറക്കൂല്ലേ? ഇതെന്താ ഈ പാതിരാത്രി ഇവരിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്? ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ശ്രുതി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ സംസാരിക്കുകയാണ്, അതേ രേവതി, നീ ഉറങ്ങാതെ നേരം വെളുക്കണ വരെ എന്നോട് സംസാരിക്കണം. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല, അതുകൊണ്ട് ഇരിക്കണം രേവതി എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി ഇതൊക്കെ കേട്ടിടന്ന് പോവുക. കുറച്ചും കഴിഞ്ഞിട്ട് വരാം, കുറച്ചും കഴിയുമ്പോഴത്തേക്ക് ഒരു ഉറങ്ങും, അപ്പോൾ വരാം എന്നൊക്കെ ചിന്തിച്ചാണ് ശ്രുതി പോകുന്നത്. അപ്പോൾ രേവതി, നിനക്കൊരു കാര്യം അറിയോ രേവതി? ഞാൻ എന്തിനാണ് കുടിച്ചതെന്ന് അറിയാവോ? എന്തിനാ കുടിച്ചത് നിങ്ങൾ? അതെ, ഞാൻ നിന്നെ ആലോചിച്ചിട്ടാണ് കുടിച്ചത്. എന്നെ ആലോചിച്ചിട്ടോ? എന്നെ ആലോചിച്ചിട്ട് നിങ്ങൾ എന്തിനാ കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ ഈ വേഷമൊക്കെ കെട്ടി എന്തിനാണ് രേവതി? ഇവന് ആ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയല്ലേ? ആ വേഷമൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവന് ഡീലർഷിപ്പ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായിന്നേ, ഭയങ്കര സന്തോഷമായി. എൻ്റെ പുന്നാര സുധി, ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിക്ക് ഈ സച്ചി കുറേ ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ സുധിയും ശ്രീകാന്തൊക്കെ കുട്ടിച്ചില്ലേക്ക് കേട്ട് ബോധമില്ലാത്തൊരവസ്ഥ കിടക്കാം. അപ്പോൾ ഇടയ്ക്ക് ഉറക്കപ്പിച്ചിൽ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആരടാ വച്ചെടുക്കുന്നത്, കിടന്നുറങ്ങടാ എന്നൊക്കെ പറയുമ്പോൾ രേവതിയാണെങ്കിൽ കിട്ടിയല്ലോ, ഇപ്പം നല്ലതിന് കിട്ടിയല്ലോ, അതുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക് എൻ്റെ സച്ചേട്ടാ. എനിക്ക് ഉറക്കം വരുന്നില്ല രേവതി. എനിക്ക് ഇപ്പം ഡീലർഷിപ്പൊക്കെ കിട്ടിയപ്പോൾ വളരെയേറെ സന്തോഷമായി. ഇവന് ഉയർച്ചയിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണോ നിങ്ങൾ കുടിച്ചത്? അതുകൊണ്ടൊന്നുമല്ല കുടിച്ചത്. പിന്നെ എന്തിനാ കുടിച്ചത്? നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ ഓർത്തിട്ടാണ് നിങ്ങൾ കുടിച്ചതെന്ന്. ആ രേവതി, നിന്നെ ഓർത്തിട്ട് തന്നെയാ. എന്നെക്കുറിച്ച് എന്താ ഓർത്തത്? അതെ, നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? സുധിക്ക് നിന്നെ ഇഷ്ടമല്ല. സുധിയാണെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പന്തലിലേക്ക് വന്നിട്ട് അവൻ ഓടിപ്പോയി, നിന്നെ വിഷമത്തിലാക്കി. എന്നിട്ട് അവൻ ശ്രുതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിനോ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷേ നിന്നെ എത്ര അവർ ഉപദ്രവിച്ചാലും അവർക്ക് വേണ്ടി നീ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ രേവതി.
അവർക്ക് അവർക്ക് നല്ല ഡീലർഷിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മളെല്ലാവരും ഒരുങ്ങിപ്പോയത്. നീ അതിന് സഹകരിച്ചില്ലേ? നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അഭിമാനം തോന്നുന്നു രേവതി, അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറയാണ്. ഓ തീർന്നോ? ദേ സച്ചിയേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ. ദേ ആൾക്കാരൊക്കെ കേൾക്കുന്നേ, അമ്മയൊക്കെ എണീറ്റ് ഇങ്ങോട്ട് വരും, പിന്നെ വലിയ പ്രശ്നവും. ഒരമ്മയും വരാൻ പോകുന്നില്ല. എനിക്ക് സങ്കടം വരുന്ന രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കിടന്ന് കാറുകയാണ് നമ്മുടെ സച്ചി കിടന്ന്. കാറുന്ന ശബ്ദം കേട്ട അയ്യോ സച്ചിയുടെ നിർത്ത് ഒന്ന് കരച്ചിലൊന്ന് നിർത്ത്. പക്ഷെ രേവതി, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ നിന്നോട്. രേവതി, നീ ആ ഒരുങ്ങി നല്ല ഗെറ്റപ്പിൽ വന്നപ്പോഴേ നല്ല സുന്ദരിയായിരുന്നു. നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയാവോ? ഇനിയിപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിലും ഇപ്പോഴും നിന്നെ കാണാനായിട്ട് നല്ല സുന്ദരിയാണ് രേവതി. എൻ്റെ സുന്ദരി കുട്ടിയാണ് നീ. എനിക്ക് എൻ്റെ ഭാര്യ ഏറ്റവും നല്ല സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് കുറച്ച് ഒരു സന്തോഷമൊക്കെ തോന്നുക, ഒരു സുഖമൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. ആണോ സച്ചിയേട്ടാ? ഞാൻ ഒരുങ്ങി വന്നപ്പോൾ എന്നെ കാണാൻ അത്രയ്ക്ക് സുന്ദരിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേ രേവതി, നീ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരുങ്ങാതിരിക്കുന്നില്ലേ? അപ്പോഴും നീ സുന്ദരി തന്നെയാ. എൻ്റെ ഭാര്യ അതിസുന്ദരിയല്ലേ എന്നൊക്കെ സംസാരിക്കുമ്പോൾ സച്ചേട്ടനും ഈ വേഷത്തിൽ നല്ലൊരു സുന്ദരനാണ് കേട്ടോ. ഈ കോട്ടും സൂട്ടൊക്കെ സച്ചേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. സച്ചേട്ടൻ അവിടെ ആ ഫംഗ്ഷൻ്റെ ഇടയിൽ ഇങ്ങനെ നല്ല ഗെറ്റപ്പിൽ വന്നില്ലേ, അപ്പം എനിക്ക് സച്ചേട്ടനെ പോലെയല്ല തോന്നിയത്, ഒരു സിനിമയിലെ ഹീറോ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സച്ചിയേട്ടാ. ആണോ രേവതി? നീ പറഞ്ഞ സത്യമാണോ? എന്നെ കാണാൻ അത്രയ്ക്ക് സുന്ദരനാണോ? ഞാനൊരു ഹീറോ പോലെയാണ് ആ സമയത്ത് വന്നത്. അതേ സച്ചിയേട്ടാ, സച്ചിയേട്ടനെ നല്ല ഹീറോ പോലെ വന്നത്. എല്ലാവരെക്കാലം സുന്ദരനായിരുന്നു എൻ്റെ സച്ചിയേട്ടൻ. ആണല്ലേ? എനിക്ക് നാണം വരുന്നു രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കിടന്ന് കൊഞ്ചുക. അങ്ങനെ ഇവരിരുന്ന് പറന്നിങ്ങനെ വർത്തമാനം പറയാണ്. രേവതി ഉറങ്ങാൻ പോലും സച്ചി സമ്മതിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും വരിക. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ വീണ്ടും ഇരുന്ന് സംസാരമാണ്. ഇവർക്ക് ഒരു പണിയില്ലെന്ന് തോന്നുന്നു. കുറേ നേരമായിരുന്നില്ല സംസാരിക്കുന്നു. ഇനി ഫോൺ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പോയി കിടന്നുറങ്ങാം, ഇവരിന്ന് ഉറങ്ങൂല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതി നേരെ മുകളിലേക്ക് കയറി പോവുക. ഇവരിങ്ങനെ രേവതി ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറക്കം തൂങ്ങുന്നുണ്ട്. പക്ഷേ സച്ചിയാണെങ്കിൽ എണീപ്പിച്ച് നിർത്തിക്കുകയും ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ കഥകൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ രേവതി ചായ ഇട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛാ, ദേ നേരം വെളുത്തു വെച്ചാൽ അവരെല്ലാവരും പുറത്ത് തന്നെ കിടന്ന് ഉറങ്ങുക, കതകും അടച്ചിട്ടിരിക്കുന്നു. ഇപ്പം ആൾക്കാർ മുഴുവനും വാതിക്കൽ കൂടി പോകുമ്പോൾ ഇവരിങ്ങനെ കിടക്കുന്നത് കാണൂലേ, മോശക്കേടല്ലേ അച്ഛാ? അതുകൊണ്ട് ഞാൻ കതക് തുറക്കട്ടെ, അവരെ വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കതക് തുറക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ആ മെയിൻ ഡോർ തുറന്നപ്പോഴേക്കും പല പോസിലാണ് ഇവർ 3 പേരും കിടന്നുറങ്ങുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ എണീക്കനാ പറഞ്ഞത്. എടാ ശ്രീകാന്തേ, എണീക്കടാ. അപ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് കണ്ണുറന്ന് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി എണീറ്റിട്ട് സച്ചിയേട്ടാ എണീക്കാനാണ്, സുധിയേട്ടാ എണീക്ക്, സച്ചിയേട്ടാ അച്ഛൻ, നീ പോടാ, നീ ആരാടാ വിളിക്കുന്നതെന്നൊക്കെ ചെയ്യും. സച്ചിയേട്ടാ അച്ഛൻ എന്ന് പറയുമ്പോൾ സച്ചി പതിയെ കണ്ണുറന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്ന അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് പേടിച്ച് ചാടി അങ്ങോട്ട് എണീക്കണം. അയ്യോ അച്ഛ എന്ന് പറയണം. അപ്പോൾ സുധിയാണെങ്കിൽ അപ്പോഴും ഉറക്കോ. അങ്ങനെ ശ്രീകാന്ത് സുധിയേയും പോയി വിളിക്കണം. സുധിയേട്ടാ എനിക്ക് സുധിയേട്ടാ, അതേ അച്ഛൻ വന്നിരിക്കുന്ന സുധിയേട്ടാ, കണ്ണുറക്ക് സുധിയേട്ടാ. പോടാ, നീ എനിക്ക് പോയിക്കണ്ടേ, ഞാൻ കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങട്ടെ, മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി. സുധിയേട്ടാ എണീക്ക്, ഇയാൾ ഉറക്കവും കഴിഞ്ഞില്ല, എന്ന് എണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഒറ്റ തല്ല് കൊടുക്കുകയാണ്. സുധി അപ്പം ചാടി എണീക്കുകയാണ്. സുധിയേട്ട എന്താ ഇത്? അച്ഛനോ? ഇതെന്താ ഞാനെന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? അതേടാ, കുടിച്ച് ലെക്ക് കേട്ട് 3 കൂടി വന്ന് ഇവിടെ കിടന്നുറങ്ങി. അത് പിന്നെ അച്ഛനല്ലേ ഇവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ കിടന്നുറങ്ങിയത്. അപ്പം നിനക്ക് ഓർമ്മയുണ്ടല്ലേ? എടാ ഇതാ പറയുന്നത്. അച്ഛൻ എന്നാലും എന്നെ പുറത്ത് കിടത്താൻ പാടില്ലായിരുന്നു കേട്ടോ. അതും ഇവർ 2 പേരോടൊപ്പം എന്നെ പുറത്ത് കിടത്തിയിരിക്കുന്നു. ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് എന്നറിയില്ല അച്ഛാ. എൻ്റെ ലെവലൊക്കെ മാറി. അതേടാ, നിൻ്റെ ലെവലൊക്കെ മാറി. ആ ലെവൽ മാറിയതൊക്കെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നല്ലോ. ഭയങ്കര ലെവലല്ലേ? എന്നാലും അച്ഛാ, എനിക്ക് വലിയൊരു ഡീലൊക്കെ കിട്ടിയിരിക്കുകയാണ്. അച്ഛൻ എന്നെ പുറത്ത് കിടത്താൻ പാടില്ലാതെ മിണ്ടിപ്പോകരുത് നീ. അവരുടെ അടുത്ത് പോയി കുടിച്ച് കൂത്താടി വന്നിട്ട് ഇപ്പോൾ ഇവിടെ കിടത്താൻ പാടില്ല എന്ന് പറയാനായിട്ട് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? അത് പിന്നെ അച്ഛ കുടിച്ചതല്ലല്ലോ അച്ഛാ.
ദേ അവരിങ്ങനെ ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ സാധാരണ സംഭവമാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ ഞാൻ കുടിച്ചത്. എടോ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? എടാ ആ ചെറിയ ചെറുക്കനെ പോലും നിങ്ങൾ കുടിപ്പിച്ചില്ലേ? ശ്രീകാന്തിനെ കുറിച്ചാണ് നമ്മുടെ രവി പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയാണെങ്കിൽ അങ്കിളെന്തിനാ അങ്കിളെ അങ്ങനെ പറയുന്നത്? ചെറിയ കുട്ടിയോ ഇവനോ? ഇവനെയൊക്കെ കാലേ വരെ നിലത്തടിച്ച് കിടക്കേണ്ട സമയം കഴിഞ്ഞു. അച്ഛൻ അങ്കിൾ എല്ലാവരെയും കുറ്റം പറയുന്നുണ്ടല്ലോ. ഇവനെയും കുറ്റം പറയണേ. ഇവനിട്ട് ശ്രീകാന്തിന്റെ കാരണം നോക്കി ഒന്ന് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വർഷേ എന്തൊക്കെയാ വർഷയെ പറയുന്നത്? അതേടാ ഞാൻ പറയും. നീയല്ലേ കുരുത്തക്കേട് മുഴുവനും കാണിച്ചു കൂട്ടിയത്. മറ്റുള്ളവർ പറയുമ്പോൾ എന്തിനാണ് നീ കുടിക്കാൻ നിൽക്കുന്നത്? അപ്പോഴേക്ക് രവിയാണെങ്കിൽ സച്ചിയെ കുടിച്ചു. അവനെ പറഞ്ഞ് ഒരു കണക്കിന് ഞാൻ തിരുത്തിക്കൊണ്ട് വന്നതാ. ആ സമയത്ത് കയറി ഇവനും കുടിച്ചിരിക്കുന്നു. നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീ തല്ലാനായിട്ട് പോകണം. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അത് കയറി ഇടപെടുകയാണ്. അയ്യോ വേണ്ട രവിയേട്ടാ വേണ്ട, അവനൊന്നും ചെയ്യില്ലേ. ചന്ദ്രേ നീ മാറി നിന്നോട്ടോ, നീയാണ് ഇവനെ വഷളാക്കുന്നത്. കൊഞ്ചിച്ച് തലയെ കയറ്റി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം ഈ സച്ചി തന്നെയാണെന്ന് ചന്ദ്ര അവിടെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മേ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഇവരാണ് ആദ്യം കുടിച്ചത്, അതിനുശേഷമാണ്. അല്ലാതെ സച്ചേട്ടൻ പറഞ്ഞിട്ടെന്നല്ല. അയ്യോ നിന്റെ കെട്ടിയോനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ലടി. നിന്റെ കെട്ടിയും കുടിച്ചാൽ എന്ത് ലെക്ക് കിട്ട അവസ്ഥയെ കിടന്നാൽ എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവൻ കാരണം തന്നെയാണ് മറ്റുള്ളവരും കുടിക്കാനുള്ള കാരണം. നിന്റെ ഭർത്താവിനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. നിന്റെ ഭർത്താവെ നശിച്ചു, ഇനി ഇവരെ കൂടി നശിപ്പിക്കരുതെന്ന് നിന്റെ ഭർത്താവിനോടൊന്ന് പറയണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സച്ചി കലി വരികയാണ്. എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കേ ഇവർ 3 പെഗ് അകത്താക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ലടാ ഇല്ല നീ തന്നെയാടാ എന്ന് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വരികയാണ്. ആൻറ്റി ഇവരെയൊന്നും കുറ്റപ്പെടുത്തണ്ട. ഒരാൾ നിർബന്ധിച്ചെന്ന് വിചാരിച്ച് അങ്ങനെ കുടിക്കാൻ പാടുണ്ടോ? ഒരാൾക്ക് അവരുടേതായ സ്റ്റാൻഡ് ഉണ്ട്. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരാൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അയാൾ എത്ര പറഞ്ഞാലും ഇയാൾ കുടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് കൊടുക്കട അങ്കിളെ, നല്ലത് കൊടുക്കണം ഇവനിട്ട്, ശ്രീകാന്തനിട്ട്. എടാ ശ്രീകാന്തേ ഇനി മേലെ നീ കുടിക്കോടോ എന്ന് വെച്ചിട്ടുണ്ടെ അയ്യോ അച്ഛ ഇല്ല അച്ഛ ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് അച്ഛ, കിടന്ന് പോടാ. അപ്പോൾ വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എടാ സുധി ഇനിയെങ്കിലും മര്യാദക്ക് നിൽക്കാൻ നോക്കടാ സുധി. നീ ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണ്ട, മനസ്സിലായല്ലോ? ആദ്യം നിന്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ നോക്ക്. ഒരു മനുഷ്യൻ നിന്നെ വിശ്വസിച്ച് കുറച്ച് പണം തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് ആ പണം കൊണ്ട് നിന്റെ ജീവിതം നീ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്ക്. അല്ലാതെ ഇതേപോലെ തോന്നിവാസങ്ങളെല്ലാം കാട്ടി നിന്റെ ബിസിനസ് കൂടുതൽ തകർച്ചയിലേക്ക് പോകാതിരിക്കാനാണ് നീ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് മര്യാദക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അച്ഛാ ഇനി ഞാൻ മര്യാദക്ക് ജീവിച്ചോളാം അച്ഛാ, ഇനി ഞാൻ മേലെ കുടിക്കൂല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂടി നേരെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അച്ഛാ സോറി അച്ഛാ, ഇനി ഞാൻ മേലെ കുടിക്കില്ല അച്ഛാ, എനിക്കറിയാതെ സംഭവിച്ചു പോയതാണ് അച്ഛാ. അവരെല്ലാവരും കൂടി ഇങ്ങനെ കാണിച്ചു കണ്ടപ്പോഴേക്കും എനിക്കൊന്ന് കുടിക്കണമെന്ന് തോന്നി, അത്ര കൊണ്ടാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രവി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സോറി എന്നും പറഞ്ഞുകൊണ്ട്. രവിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമാധാനമൊക്കെ തോന്നുകയാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് അതൊന്നും അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. രേവതിക്ക് സന്തോഷവും തോന്നുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.